ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബാലുശ്ശേരി കിനാലുള്ള ജയ്സലിൻ്റെ ഭാര്യ ഷഹലജ എന്ന് പറയുന്ന 28 വയസ്സ് പ്രായമുള്ള യുവതിയും അതുപോലെ തന്നെ 7 വയസ്സുള്ള മകനെയും കൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു സംഭവത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെടുത്തി അന്വേഷിച്ചിട്ടുണ്ട് എങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഒരു തുമ്പ് പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ അതല്ല സത്യം. പോലീസ് കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനായിട്ട് ഏതായാലും അവർ പുറത്തു വരികയാണ് എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 മക്കളും ഒരു ഭാര്യയുമുള്ള ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയാണ് ഈ സഹോദരി ഇറങ്ങിപ്പോയത് എന്നുള്ള നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തു തന്നെയായാലും എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, നിങ്ങൾ എത്രമാത്രം ബുദ്ധിയില്ലാത്ത ഒരാളാണ് എന്ന് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ മനസ്സിലായി. കാരണം നിങ്ങൾക്കൊരു മകനുണ്ട്, ഈ പോയ വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. ആ ഭാര്യയോടും 3 മക്കളോടും അദ്ദേഹത്തിന് തോന്നാത്ത എന്ത് സ്നേഹമാണ് അദ്ദേഹത്തിന് നിങ്ങളോട് മാത്രം തോന്നിയത്? നിങ്ങളത് മാത്രം ആലോചിച്ചാൽ മാത്രം മതിയായിരുന്നു. കാരണം ഇവിടെ നിങ്ങൾ യത്തീമാക്കാൻ പോകുന്നതൊന്ന് നിങ്ങളുടെ മകനിപ്പോൾ നിങ്ങൾക്ക് ഉമ്മയില്ലാത്ത അല്ലെങ്കിൽ വാപ്പയില്ലാത്തൊരവസ്ഥയായി. അതുപോലെ തന്നെ ആ വീട്ടിൽ 3 മക്കളുണ്ട്. ആ കുട്ടികളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അവരെയും നിങ്ങൾ അനാഥമാക്കി. അപ്പോൾ 2 കുടുംബങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ചെറിയ ഒരു കാര്യം, അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഈ സ്നേഹം, ഇതൊക്കെ ഒരു മൊബൈൽ നന്നാക്കാൻ പോയപ്പോൾ ഉണ്ടായൊരു ബന്ധമാണ്. ഇതാണ് പറയുന്നത്. പ്രവാസികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മൊബൈലൊക്കെ കേടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പറഞ്ഞു വിടരുത്. ഏറ്റവും അടുത്തുള്ള കുടുംബക്കാരെയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളുടെ കയ്യിൽ കൊടുത്തു വിടുക. എന്നിട്ട് മൊബൈൽ നന്നാക്കി കൊണ്ടുവരിക. കാരണം അവിടെ നന്നാക്കാൻ കൊടുക്കുന്ന സമയത്ത് നന്നാക്കിയാൽ ഏത് നമ്പറിലാണ് ഞാൻ തിരിച്ചു വിളിച്ച് ഇത് നന്നായി എന്ന് പറയേണ്ടത് എന്ന് ചോദിച്ച് അവിടെ നമ്പർ വാങ്ങി വെക്കും. അതിനുശേഷം ഇവരുമായിട്ട് ബന്ധപ്പെടുന്നു. ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇവർ പറയുകയാണ്, നാളെ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ചില പ്രശ്നങ്ങളിലാണ്, അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു. വീണ്ടും അവർ വിളിക്കുന്നു, സംസാരിക്കുന്നു, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് വേദന അനുഭവിക്കുന്ന സമയത്ത് ഏത് സഹോദരിമാരും ആരാണോ ചോദിക്കുന്നത് അവരോട് മനസ്സ് തുറക്കാനുള്ള ഒരു പ്രവണത ഈ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയുന്നു. ആ ഒരു ബന്ധം അതങ്ങനെ വളർന്ന് അവസാനം ഈ ഒരു കോലത്തിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിം താത്തമാരിലാണ്. ഞാനൊരു മറയുമില്ലാതെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെയും കൊണ്ട് ഒളിച്ചോടുന്നതിൽ ഏറ്റവും കൂടുതൽ 80% മുസ്ലിം താത്തമാരാണ് എന്ന കാര്യം തന്നെയാണ് യാഥാർത്ഥ്യം. അതെന്താണ് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. മറ്റ് ഇതര മതസ്ഥയിൽപ്പെട്ട ആൾക്കാർ ഒളിച്ചോടുന്നുണ്ട് എങ്കിലും കുട്ടികളെയും കൊണ്ട് ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടിക്ക് പോകുന്നതിൽ കൂടുതൽ നമ്മുടെ ആൾക്കാരാണ് എന്ന് പറയാതെ വയ്യ. ഏതായാലും ഈ സഹോദരി നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു സ്നേഹം, നിങ്ങളത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 3 മക്കളോടും അമ്മയോടും ഇല്ലാത്ത എന്ത് സ്നേഹമാണ് അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്ത് മാത്രം തോന്നിയത്? അത് നിങ്ങൾ ചിന്തിച്ചാൽ പോരെ. നിങ്ങളോടും നാളെ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇദ്ദേഹത്തിനുണ്ടാവും. ഇതിനേക്കാളും കാണാൻ നല്ല ഒരു സഹോദരിയെ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, അതുകൊണ്ടായിരിക്കാം അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ സൗന്ദര്യം തോന്നുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നിങ്ങളെ അവർ സ്നേഹിക്കുന്നത്. പക്ഷേ ഈ സ്നേഹം എത്രമാത്രം അമൂല്യമാണ്, അല്ലെങ്കിൽ എത്രമാത്രം യാഥാർത്ഥ്യമാണ്, അതിന് എത്രമാത്രം പവിത്രതയുണ്ട്, അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. നിങ്ങളോടിപ്പോൾ തോന്നുന്ന ഈ ഒരു കാമപ്രാന്തി എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അതിനെ സ്നേഹമെന്നൊന്നും വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുകയില്ല. ഏതായാലും നിങ്ങൾ കാത്തിരിക്കുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ശനിയാണ്, ഞായർ ഒഴിവാണ്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകും. കോടതിയിൽ ഹാജരാകുമ്പോൾ കോടതിയിൽ നിന്ന് ജഡ്ജി നിങ്ങളോട് ചോദിക്കും, എന്താണ് പ്രശ്നം, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് പോകാൻ താല്പര്യമെന്ന് നിങ്ങൾ പറയും. ഏതായാലും പ്രായപൂർത്തിയായ ഏതൊരാൾക്കും ഏതൊരു മതസ്ഥൻ്റെ കൂടെയും ഒളിച്ചോടാനും ജീവിക്കാനും എല്ലാമുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം പോവുകയും ചെയ്യാം. അതൊക്കെയാണ് നിങ്ങൾ കരുതിക്കൂട്ടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന തിരക്കഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഏതായാലും ഇതൊക്കെ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു മെസ്സേജാണ് നിങ്ങളുടെ വളർന്നു വരുന്ന ഈ മകന് നിങ്ങൾ കൊടുക്കുന്നത്. അവന് ഉപ്പയില്ലാതെയായി, അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മയുമില്ലാതെയാവും ഇത്തോതിലാണെങ്കിൽ. ഏതായാലും ആ കുട്ടിനെ യത്തീമാക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു പരിശ്രമം ഏതായാലും ആത്യന്തികമായിട്ട് വലിയൊരു നാശത്തിലേക്ക് മാത്രമായിരിക്കും പോവുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് വിട്ടേക്കാം. ജയ്സൽ മോശക്കാരനാണ്, അദ്ദേഹത്തിന് വൃത്തികെട്ട എന്തെങ്കിലും സ്വഭാവമുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ജീവിക്കാനുള്ള താല്പര്യമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതുമാത്രമല്ല, നിങ്ങളൊരു സ്ത്രീയാണ്, ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയും 3 മക്കളുമുണ്ട്. ആ സ്ത്രീയുടെ ശാപം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം പോരെ. അവരുടെ ഒരു പ്രാക്ക് മാത്രം മതി നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ഗതി പിടിക്കാതിരിക്കാൻ. അത് മാത്രം നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ് അവരും. അവർക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ കുത്തിച്ചോറാക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം വരുന്നത് എന്നുണ്ടെങ്കിൽ
അവിടെ കിട്ടാത്ത എന്തോ ഒരു സാധനം ഇവിടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വരുന്നത്. ഇനി ഇവിടെ കിട്ടാതെ വന്നാൽ അദ്ദേഹം മറ്റൊരിടത്ത് പോയില്ല എന്നതിന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ തന്നത് എന്ന് കൂടി നിങ്ങൾ ഏതായാലും കുറച്ച് കഴിഞ്ഞെങ്കിലും നിങ്ങളത് വ്യക്തമാക്കണം. ഏതായാലും ഈ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ വരാൻ ഇനിയും 2 ദിവസം കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഏതായാലും പ്രമുഖ യൂട്യൂബറായ നമ്മുടെ വിസാൽ മീഡിയ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഏതാനും ചില കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിൻ്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. പൊട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ് കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ്. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാം. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെയും നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ച് വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാൾ അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. ഏതായാലും കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം പറഞ്ഞ 100% സത്യമാണ്. ആ നാട്ടിലുള്ള ഒരു മൊബൈൽ കട ഷോപ്പിലെ ഒരു വ്യക്തിയുമായിട്ട് തന്നെയാണ് പോയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ ജയ്സലിന് വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും മേൽവിലാസവും ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. അത് അറിയാത്തത് കൊണ്ട് മാത്രമല്ല, കാരണം ഇതൊരു കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നമാണ്. ഏതായാലും പോലീസ് എന്ന് പറയുന്നത് ഇവർക്ക് ഏതായാലും 2 ദിവസത്തെ സാവകാശം കൊടുക്കുകയാണ്. അല്ലാതെ പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു യുവതികളെ കണ്ടെത്താൻ മിനിറ്റുകൾ മാത്രം മതി. കാരണം അത് അവരുടെ ഫോൺ മാത്രം ട്രേസ് ചെയ്താൽ എവിടെയാണ് ലൊക്കേഷൻ നോക്കിയിട്ട് അവരെ പോയി പൊക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് അവർ ചെയ്യില്ല. കാരണം ഇവർ 2 പേരും പ്രായപൂർത്തിയായ സ്വന്തം തീരുമാനമെടുക്കാനൊക്കെ കഴിവുള്ള യുവാക്കളും യുവതികളുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച വരെ അവർ സമയം കൊടുക്കും. തിങ്കളാഴ്ച അവർ ഹാജരായതിനു ശേഷം മാത്രമേ ഇനി പുനർ നടപടിയിലേക്ക് പോലീസ് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുത്ത വഴി അങ്ങേയറ്റം മോശമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് ഒരു കടയുടെ മുന്നിലേക്ക് പോകുമ്പോൾ നല്ല അൽഫാമും നല്ല അൽബേക്കോ നല്ല ബ്രോസ്റ്റോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് തിന്നണമെന്നൊരാഗ്രഹമൊക്കെ തോന്നും. പക്ഷേ നമ്മളത് അങ്ങോട്ട് തിന്ന് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുക. അത് നമ്മൾ ആലോചിക്കണം. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശരീരം എടുക്കൂ, ബാക്കിയൊക്കെ വേസ്റ്റിലേക്ക് തട്ടും. അതുപോലെ തന്നെയാണ് കുറച്ച് നിങ്ങളെ ഈ അനുഭവിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സുഖവും നിങ്ങളുടെ ഹണിമൂണെല്ലാം കഴിയുന്നൊരവസ്ഥ നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ പ്രായമായിട്ട് നിങ്ങളുടെ ഈ തൊലിവെളുപ്പും ഈ മൃദുലതയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് തൊലിയെല്ലാം ചുളിയുന്നൊരവസ്ഥ നിങ്ങൾക്കും വരും. അന്ന് നിങ്ങളെ നോക്കാൻ ആരുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം വളരെ ലളിതമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. മോശപ്പെട്ട ഒരു വാർത്തയും നിങ്ങളെക്കുറിച്ച് കേൾക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജയ്സൽ എന്ന് പറയുന്ന പ്രവാസി 2 വർഷമായിട്ട് അദ്ദേഹം സൗദിയിലാണ്. അദ്ദേഹം നാട്ടിൽ നാടൻ പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ എന്നിട്ട് വീടും കാര്യങ്ങളും എല്ലാം വെച്ചപ്പോൾ അദ്ദേഹത്തിന് കടവും അതുപോലെ കടത്തിൻ്റെ മോൾ കടവും എല്ലാം വരികയാണ്. അങ്ങനെ നാട്ടിൽ പണിയെടുത്ത് വീട്ടാൻ വേണ്ടി പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ വിസ എടുത്തിട്ട് ഈ സൗദി എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തേക്ക് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് 21-ാം തീയതി നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം ഭാര്യയും മകനെയും ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന ഉപ്പയുടെ മുമ്പിലേക്ക് വന്ന വാർത്ത എന്ന് പറയുന്നത് ഭാര്യ ഒളിച്ചുകൂടിയിരിക്കുന്നു. അതും സ്വർണവും അതുപോലെ തന്നെ പൈസയും അതുപോലെ തന്നെ ഡ്രസ്സുകളും എല്ലാം എടുത്തിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടാണ് അവർ അവിടെ നിന്ന് മുങ്ങിയത്. ഭർത്താവ് വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് മുങ്ങിയത്. എനിക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ ദയവ് ചെയ്ത് ഭാര്യമാരോടൊന്നും പറയാതെ അങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് പോവുക. എന്നിട്ട് ആദ്യത്തെ ദിവസം മൊബൈൽ നിങ്ങൾ എടുത്ത് വെക്കുക. എന്നാൽ ഒരു ചുരുങ്ങിയ കള്ളന്മാരെയൊക്കെ നമുക്ക് പിടിക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽപ്പെട്ട
ഓരോ വാർത്തകൾ ഇന്ന് കേരളത്തിൻ്റെ ഓരോ മൂലയിൽ നിന്ന് ഞാൻ പറഞ്ഞ അടിക്കടി വരികയാണ്. ഏറ്റവും കൂടുതൽ 80% നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് മുസ്ലിം താത്തമാരുടെ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 2-3 കുട്ടികളുള്ള 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചു വെക്കുന്നത്. ഏതായാലും ഇവർക്കുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് നേടാനും അതുപോലെ തന്നെ അനുഭവിക്കാനും വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും. ഏതായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഏതായാലും ഈ ഒരു അടിവാരം സ്വദേശിയാണ് അഷ്റഫ്, അത് ജിസ്ന ദമ്പതികളുടെ മകളാണ് ഈ പറയുന്ന ഷഹല ഷെറീൻ എന്ന് പറയുന്ന യുവതി. ഏതായാലും ഇവരുടെ നാട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെടുത്തി നടപടികൾ എടുത്തിട്ട് തീർച്ചയായിട്ടും തീരുമാനമുണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ദയവായി ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.